പോലെയാകുവാൻ യേശുവിൻ വാക്കു കാക്കുവാൻ യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ വായിക്കാം. ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. തക്ക സമയത്ത് പറയുന്ന യുക്തമായ വാക്ക് വെള്ളിത്താലത്തിലെ പൊന്നാരങ്ങ പോലെയാണ് എന്ന് സദൃശവാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. സമയത്തിൻ്റെ അനുയോജ്യതയും ഉപയോഗിക്കുന്ന വാക്കുകളുടെ ഔചിത്യവും പറയുന്ന കാര്യത്തിനെ അങ്ങേയറ്റം വിലയുള്ളതാക്കി മാറ്റും എന്നതിൽ സംശയമില്ല. ഇപ്രകാരമുള്ള ആശയവിനിമയം എന്ന കലയിൽ നമ്മുടെ സൃഷ്ടാവായ ദൈവം അതീവ പ്രാവീണ്യമുള്ളവനാണ്. അവൻ വിവിധ മാധ്യമങ്ങൾ ഉപയോഗിച്ച് മനുഷ്യ മനസ്സുകളോട് ശക്തമായി ഇടപെടുന്നത് തിരുവെഴുത്തുകളിൽ ഉടനീളം നമുക്ക് കാണുവാൻ കഴിയും. തൻ്റെ സൃഷ്ടികളിലൂടെയും പ്രവാചകന്മാരിലൂടെയും തിരുവചനത്തിലൂടെയും മനുഷ്യ മനസാക്ഷിയിലൂടെയും അവൻ ലോകത്തോട് സംസാരിക്കുകയും ഒടുവിൽ എബ്രായർ 1:1 പറയുന്നത് പോലെ ഈ അന്ത്യനാളുകളിൽ അവൻ തൻ്റെ പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്യുകയും ചെയ്തിരിക്കുന്നു. തികവാർന്ന ദൈവിക സന്ദേശം നാം വേണ്ടുവണ്ണം ഗ്രഹിക്കണമെന്ന് ഇവിടെ കർത്താവ് ഉദ്ദേശിക്കുന്നു. മനുഷ്യനുമായുള്ള ഇടപെടലുകളിൽ കാര്യക്ഷമമായ ആശയവിനിമയത്തിൻ്റെ അതുല്യതയും വൈദഗ്ധ്യവും കർത്താവ് ഉപയോഗിക്കുന്നതായി നാം കാണുന്നു. ദൈവവും മോശയും തമ്മിലുള്ള സംഭാഷണം പുറപ്പാട് പുസ്തകം 3-4 അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നുവല്ലോ. അവർ തമ്മിലുള്ള ആശയവിനിമയം എന്നത് വെറും വാക്കുകളുടെയോ ആശയങ്ങളുടെയോ കൈമാറ്റം മാത്രമല്ല, അത് ഹൃദയസ്പന്ദനങ്ങളുടെ പങ്കുവയ്ക്കൽ തന്നെയാണ്. ഈ അധ്യായങ്ങളിൽ നമ്മുടെ ആത്മീയ വളർച്ചയ്ക്കും പരസ്പര ബന്ധങ്ങൾക്കും ബാധകമാകുന്ന കാലാതീതവും ജീവിതത്തിൽ രൂപാന്തരം വരുത്തുവാൻ കഴിവുള്ളതുമായ ആശയവിനിമയ മൂല്യങ്ങൾ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. മോശയുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുന്നതിൻ്റെ പ്രാരംഭമായി ദൈവം മോശയുടെ ശ്രദ്ധ ക്ഷണിക്കുന്നതായി നാം പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ കാണുന്നു. മരുഭൂമിയിൽ സാധാരണയായി കാണുന്ന ഒരു മുൾപ്പടർപ്പ്, എന്നാൽ അത് എരിയുന്നുണ്ടെങ്കിലും കത്തി നശിക്കുന്നില്ല. ഇത്തരത്തിലുള്ള ഒരു ദൃശ്യം മുഖേന ദൈവം മോശയുടെ ശ്രദ്ധ ആകർഷിക്കുന്നു. മുൾപ്പടർപ്പ് വെന്തുപോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അതിനോട് അടുത്തു വരുവാൻ മോശയെ ആ കാഴ്ച പ്രേരിപ്പിച്ചു. ദൈവികമായ ഉദ്ദേശത്തിലേക്ക് മോശയുടെ മനസ്സിനെ ഒരുക്കുന്നതിനും ഉതകുന്ന ഒരു ഫലപ്രദമായ തുടക്കമാണ് ദൈവം ഇവിടെ സംവിധാനം ചെയ്യുന്നത്. നമ്മുടെ ജിജ്ഞാസ ഉണർത്തുന്നതും നമ്മുടെ ജീവിതാനുഭവങ്ങളുമായി ചേർത്ത് ബന്ധിക്കുന്നതുമായ വിവിധ ഉപാധികളിലൂടെ അവൻ നമ്മോട് സംസാരിക്കും. ഉദാഹരണത്തിന്, ദൈവം നാഥാനെ ദാവീദിൻ്റെ അടുക്കൽ അയച്ച് അവൻ ഊയാവിനോടും ബത്ശേബയോടും ചെയ്ത പാപത്തെക്കുറിച്ച് അവനെ ബോധ്യപ്പെടുത്തിയപ്പോൾ നാഥാൻ നേരിട്ടൊരു ആരോപണം ഉന്നയിക്കുകയായിരുന്നില്ല ആദ്യം ചെയ്തത്. പകരം നാഥാൻ ദാവീദിനോട് അവൻ്റെ നീതിബോധത്തെ ഉണർത്തുന്ന ഒരു കഥ പങ്കുവെക്കുന്നു. അതിനുശേഷം ആ കഥയിലെ കുറ്റവാളിയായ കഥാപാത്രത്തെ പോലെ ദാവീദ് ഒരു കുറ്റവാളിയാകുന്നു എന്ന നിലയിൽ നാഥാൻ അവനെതിരെ കുറ്റപത്രം തയ്യാറാക്കുകയായിരുന്നു. അപ്രകാരം തന്നെ യേശു കർത്താവും ആഴമേറിയ സത്യങ്ങൾ തൻ്റെ ശ്രോതാക്കളുമായി പങ്കുവെക്കുന്നതിൻ്റെ മുന്നോടിയായി ഇതുപോലെയുള്ള അനേക ദൃഷ്ടാന്ത കഥകളും ഉപമകളും ഉപയോഗിച്ചിരുന്നതായി നാം കാണുന്നു. കർത്താവ് പരീശനായ ശീമോനോട് പറഞ്ഞ 2 കടക്കാരുടെ കഥ ഇതിനൊരു ഉദാഹരണമാണ്. ഇടപഴകുവാൻ നാം ആദ്യം ആഗ്രഹിക്കുമ്പോൾ, അല്ലെങ്കിൽ ദീർഘമായ ഒരു ഇടവേളയ്ക്ക് ശേഷം നാം ഒരാളെ സമീപിക്കുമ്പോൾ പരസ്പര ബന്ധത്തിനുള്ള ഒരു പാലം ഇടേണ്ട ആവശ്യമുണ്ട്. അത് ഹൃദ്യമായ ബന്ധത്തിനുള്ള വഴി തുറന്നു തരും. ദൈവം മോശയോട് സംസാരിച്ചു തുടങ്ങുമ്പോൾ, ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമായി നിന്റെ പിതാവിൻ്റെ ദൈവം ആകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ദൈവം തന്നെ പരിചയപ്പെടുത്തിയത്. ഈ ദൈവം മോശയുടെ പിതാക്കന്മാരുടെ ദൈവമാണെന്നുള്ള ആധികാരികത നൽകിക്കൊണ്ടാണ് മോശയുമായുള്ള സംഭാഷണത്തിനുള്ള പാലമിട്ടത്. മോശയുമായി നടത്തിയ ആശയവിനിമയത്തിൽ നിന്ന് നമുക്ക് പഠിക്കാവുന്ന മറ്റൊരു പാഠം അത് സഹാനുഭൂതിയിൽ അടിസ്ഥാനപ്പെട്ടുള്ളതാണ് എന്നാണ്. അവൻ മോശയുടെ ഭയത്തെ
സഹാനുഭൂതിയോടെ കണ്ടാണ് അവനോട് പ്രതികരിച്ചത്. ഇസ്രായേൽ മക്കളുടെ കഷ്ടതയെ അവൻ എത്രമാത്രം തീവ്രതയോടുകൂടിയാണ് കണ്ടതെന്ന് തൻ്റെ പരാമർശത്തിൽ നിന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇപ്രകാരമായിരുന്നു ദൈവത്തിൻ്റെ വാക്കുകൾ: മിസ്രൈമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. ദൈവത്തിൻ്റെ ഈ പരാമർശം ആഴമായ അനുകമ്പയും കരുതലും വെളിപ്പെടുത്തുന്നു. കൂടാതെ തൻ്റെ ഹൃദയത്തെ തുറന്നു കാട്ടിക്കൊണ്ട് മോശയ്ക്ക് തന്നോട് ഹൃദ്യമായി ഇടപെടുവാൻ കഴിയുന്ന ഒരു സുരക്ഷിതമായ ഒരു തലം കർത്താവ് സൃഷ്ടിക്കുകയും ചെയ്തു. അവിടെ തന്നെ യേശു കർത്താവും ശിഷ്യന്മാരുടെ അടുക്കലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതായി നാം വായിക്കുന്നു. തൻ്റെ മരണശേഷം യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ച് ഉള്ളിലിരുന്ന ശിഷ്യന്മാർക്ക് മുൻപിൽ യേശു പ്രത്യക്ഷപ്പെടുന്നു. താൻ പുനരുത്ഥാനം ചെയ്തുവെന്ന് തൻ്റെ കൈകാലുകൾ കാണിച്ചു കൊടുത്തുകൊണ്ട് അവർക്ക് ബോധ്യം വരുത്തുന്നു. കൂടാതെ അവരുടെ മുമ്പാകെ ഭക്ഷണം കഴിച്ച് അവരുടെ അനുകമ്പ വളർത്തുകയും അവരുടെ ഹൃദയങ്ങളെ തുറക്കുകയും ചെയ്യുന്നു. ദൈവവും മോശയുമായി നടത്തിയ ആശയവിനിമയത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന അടുത്ത പാഠം ആശയസ്പഷ്ടത ഫലപ്രദമായ സംഭാഷണത്തിൻ്റെ അനിവാര്യ ഘടകമാണെന്നുള്ളതാണ്. അവരെ മിസ്രൈമ്യരുടെ കയ്യിൽ നിന്ന് വിടുവിപ്പാനും ആ ദേശത്തു നിന്ന് നല്ലതും വിശാലവുമായ ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് അവരെ കൊണ്ടുപോകുവാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് അരുളി ചെയ്തുകൊണ്ട് ദൈവം തൻ്റെ ദൗത്യം മോശയ്ക്ക് വ്യക്തമാക്കി. തൻ്റെ ഉദ്ദേശവും പദ്ധതിയും വ്യക്തമാക്കിയതിലൂടെ ദൈവം മോശയുടെ അനേകമായ ആശങ്കകളെ ദൂരീകരിച്ചു. ആശയവിനിമയം നടത്തുമ്പോൾ അതിൻ്റെ ഉദ്ദേശത്തിലും വിശദാംശങ്ങളിലും ഉള്ള സ്പഷ്ടത തെറ്റിദ്ധാരണകളെ നീക്കി ആത്മവിശ്വാസം വളർത്തുന്നതിന് സഹായകരമാകും. തൻ്റെ മുൻപിലുള്ള മഹത്തായ ദൗത്യം നിർവഹിക്കുവാൻ ആവശ്യമായ അനുഭവജ്ഞാനം മോശയ്ക്കില്ലെന്ന് അറിയുന്ന ദൈവം അവൻ ചെയ്യേണ്ട കാര്യങ്ങൾ പടിപടിയായി വിശദീകരിച്ചു കൊടുത്തു. ഇസ്രായേൽ ജനത്തിൻ്റെ മൂപ്പന്മാരോട് സംസാരിക്കുന്നത് മുതൽ ഫറവോനെ സമീപിക്കുന്നത് വരെയുള്ള ഓരോ ചെറിയ കാര്യങ്ങളും ദൈവം മോശയ്ക്ക് വിശദമായി പറഞ്ഞു കൊടുത്തു. മനുഷ്യൻ്റെ പരിമിതികളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പരിജ്ഞാനവും തൻ്റെ വേലയ്ക്കായി അവരെ പ്രാപ്തരാക്കുവാനുള്ള അവൻ്റെ പ്രതിബദ്ധതയെയും ഇത് വെളിപ്പെടുത്തുന്നു. അതുപോലെ നോഹയോട് പെട്ടകം പണിയുവാൻ കൽപ്പിച്ചപ്പോൾ അതിൻ്റെ അളവുകളും അതിൻ്റെ പ്രത്യേകതകളും സംബന്ധിച്ച് ദൈവം കൃത്യമായ വിവരണം നൽകി. പിൽക്കാലത്ത് സമാഗമന കൂടാരം നിർമ്മിക്കുവാൻ മോശയോട് കൽപ്പിച്ചപ്പോൾ അതിനുപയോഗിക്കേണ്ട വസ്തുക്കൾ, അതിൻ്റെ അളവുകൾ, വിവിധ പണികൾ ചെയ്യേണ്ട വ്യക്തികൾ എന്നിങ്ങനെ ഈ പ്രവൃത്തിക്ക് ആവശ്യമായ ഓരോ ചെറിയ കാര്യങ്ങളും അവൻ വിശദമായി വിവരിച്ചു കൊടുത്തു. ഒരു ദൗത്യം നാം മറ്റുള്ളവരെ ഏൽപ്പിക്കുമ്പോൾ ഫലപ്രദമായ ആശയവിനിമയം നടത്തി അവരെ ഒരുക്കുകയും കൃത്യമായ ലക്ഷ്യബോധത്തോടുകൂടെ അവരെ സജ്ജരാക്കുകയും ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഈ ദൗത്യത്തിൽ മോശ വഹിക്കേണ്ട പങ്ക് എന്താണെന്ന് ദൈവം വളരെ സ്പഷ്ടമായി അവനെ അറിയിച്ചു. ദൈവം മോശയോട്, ആകയാൽ ഇപ്പോൾ വരിക, ഞാൻ നിന്നെ ഫറവോന്റെ അടുക്കൽ അയക്കും. നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കണം എന്നരുളി ചെയ്തു. എന്നതുപോലെ തന്നെ ഒരു ദൗത്യ നിർവഹണത്തിൽ ഓരോ വ്യക്തികളും ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വ്യക്തമായി നിർവചിക്കപ്പെടുമ്പോൾ അവർ അത് മനസ്സിലാക്കി പൊതുലക്ഷ്യം കൈവരിക്കുവാൻ ഫലപ്രദമായി പ്രവർത്തിക്കും. മോശയുമായി നടത്തിയ ആശയവിനിമയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന അടുത്ത പാഠം എന്ന് പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കുക എന്നതാണ്. അത് അർത്ഥവത്തായ ആശയവിനിമയത്തിൽ ഒഴിവാക്കുവാൻ പാടില്ലാത്തതാണ്. മോശയുടെ എതിർപ്പുകളെല്ലാം തൻ്റെ നിസ്സാരത്വ ചിന്തകളുടെ തേങ്ങൽ മുതൽ ഇസ്രായേൽ ജനം തന്നെ സ്വീകരിക്കുമോ എന്ന ആശങ്ക വരെ ദൈവം ക്ഷമയോടെ ശ്രദ്ധിക്കുകയും അതിനെല്ലാം തക്കതായ പോംവഴികൾ നിർദ്ദേശിക്കുകയും ചെയ്തു. സങ്കീർത്തനം 102:16 അവൻ അഗതികളുടെ പ്രാർത്ഥന കടാക്ഷിക്കുകയും അവരുടെ പ്രാർത്ഥന നിരസിക്കാതിരിക്കുകയും ചെയ്തതുകൊണ്ട് എന്ന് നാം കാണുന്നു. അതെല്ലാ തരത്തിലുമുള്ള ജനങ്ങളുടെ പ്രാർത്ഥന ശ്രദ്ധയോടെ കേട്ട് അതിനോട് പ്രതികരിക്കുന്ന ദൈവത്തിൻ്റെ മനസ്സിനെയാണ് കാണിക്കുന്നത്. യാക്കോബ് 1:19 ഇതേ ആഹ്വാനം തന്നെയാണ് ദൈവം നൽകുന്നത്. അവിടെ നാം വായിക്കുന്നത്, എന്നാൽ ഏത് മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസമുള്ളവൻ ആയിരിക്കട്ടെ എന്നാണ്. ശ്രദ്ധയോടെ കേൾക്കുന്നത് സംസാരിക്കുന്ന വ്യക്തിയെ ആദരിക്കുക മാത്രമല്ല, അത് സംഭാഷണത്തെ സമ്പുഷ്ടമാക്കുകയും ചെയ്യുന്നു. മോശയുമായി നടത്തിയ ഈ സംഭാഷണത്തിൽ ദൈവം പ്രകടമാക്കിയ മറ്റൊരു ആശയവിനിമയ സവിശേഷത തൻ്റെ ദീർഘക്ഷമയാണ്. ദൈവം തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഏറ്റെടുക്കുവാൻ മോശ മടി കാണിക്കുകയും ആവർത്തിച്ച് എതിർപ്പുന്നയിക്കുകയും ചെയ്തിട്ടും ദൈവം തൻ്റെ ദീർഘക്ഷമ കൈവെടിക്കില്ല.
മോശയുടെ എടുത്തുചാടിയുള്ളതും നിഷേധാത്മകവുമായ പ്രതികരണങ്ങൾക്ക് തികച്ചും വിപരീതമായി ദൈവം അവനെ വീണ്ടും വീണ്ടും ധൈര്യപ്പെടുത്തി. കേൾക്കുന്നതിന് മുൻപ് ഉത്തരം പറയുന്നത് ഭോഷത്വവും ലജ്ജയുമായി തീരുമെന്ന് സദൃശ്യവാക്യം 18:13 നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. മറ്റുള്ളവരുടെ ആശങ്കകൾ മനസ്സിലാക്കുവാനും അവയ്ക്ക് സന്ദർഭോചിതമായ മറുപടി നൽകുവാനും ദീർഘക്ഷമ നമ്മെ സഹായിക്കുന്നു. ആശയവിനിമയത്തിൽ നമുക്ക് മാതൃകയാക്കാവുന്ന അടുത്ത കാര്യം, ഒരു ഉദ്യമത്തിൽ ഒന്നിലധികം വ്യക്തികൾ ഉൾപ്പെടുമ്പോൾ അവർക്കിടയിൽ ആശയക്കുഴപ്പം വരാതെ അവരെ ഏകോപിപ്പിക്കുക എന്നതാണ്. ഇത് ഫലപ്രദമായ ആശയവിനിമയത്തിൻ്റെ മറ്റൊരു ലക്ഷ്യമാണ്. ദൈവം മോശയോട് സംസാരിക്കുമ്പോൾ തന്നെ ദൈവം അഹരോനെ ഒരുക്കുകയും മരുഭൂമിയിൽ മോശയെ എതിരേൽക്കുവാനായി അവന് നിർദ്ദേശം നൽകുകയും ചെയ്തു. ദൈവത്തിൻ്റെ ഇപ്രകാരമുള്ള ആശയവിനിമയ ശൈലി നമുക്ക് വേദപുസ്തകത്തിലുടനീളം കാണുവാൻ കഴിയും. ഉദാഹരണത്തിന്, യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് ദൈവം മറിയയോട് അരുളി ചെയ്തപ്പോൾ ഒരു സ്വപ്നത്തിലൂടെ ദൈവം യോസെഫിനെയും ഒരുക്കി. അതുപോലെ തന്നെ പത്രോസും കൊർന്നല്യോസും തമ്മിലുള്ള കൂടിക്കാഴ്ചയും പൗലോസും അനന്യാസും തമ്മിലുള്ള കൂടിക്കാഴ്ചയും ദൈവം വ്യക്തികളെ ഒരുക്കുന്നതിന് ഉത്തമ ഉദാഹരണങ്ങളാണ്. ഉദ്യമത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ബന്ധപ്പെട്ട എല്ലാവരും ഒരേ തലത്തിലുണ്ടെന്ന് ദൈവം ഉറപ്പുവരുത്തുകയും എല്ലാവിധ ആശയക്കുഴപ്പവും ഒഴിവാക്കി എല്ലാവരിലും ഐക്യം ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. ഒടുവിലായി ദൈവം മോശയോടുള്ള തൻ്റെ സംഭാഷണം സമാപിക്കുന്നതിന് മുൻപ് നമുക്ക് ലഭിക്കുന്ന പാഠം, മോശ ചെയ്യേണ്ടുന്ന കാര്യത്തിൻ്റെ രത്നച്ചുരുക്കം ദൈവം കാര്യഗൗരവത്തോടുകൂടി അവതരിപ്പിച്ചു എന്നതാണ്. പുറപ്പാട് 4:21 യഹോവ മോശയോട് അരുളി ചെയ്തു, നീ മിസ്രയീമിൽ ചെല്ലുമ്പോൾ ഞാൻ നിന്നെ ഭരമേൽപ്പിച്ചിട്ടുള്ള അത്ഭുതങ്ങളൊക്കെയും ഫറവോന്റെ മുൻപാകെ ചെയ്യുവാൻ ഓർത്തുകൊള്ളണം എന്നാകുന്നു. സംക്ഷിപ്തമായ ഈ നിർദ്ദേശത്തിലൂടെ ദൈവം മോശ ചെയ്യേണ്ടുന്ന ശുശ്രൂഷയുടെ വ്യക്തതയും അതിൽ അവൻ്റെ കടമകളും കടപ്പാടുകളും എന്താകുന്നു എന്നും ഉറപ്പാക്കുന്നു. കർത്താവായ യേശുവും തൻ്റെ ശിഷ്യന്മാർക്ക് ലോക സുവിശേഷീകരണത്തിൻ്റെ മഹാനിയോഗം നൽകുന്നത് ഈ പാഠത്തിന് മറ്റൊരു ഉദാഹരണമാണ്. തൻ്റെ അധികാരവും ശിഷ്യന്മാരുടെ ദൗത്യവും തൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള വാക്തത്വവും അവൻ സംക്ഷിപ്തമായി അവരോട് അറിയിച്ചു. പ്രിയ ദൈവമക്കളെ, ദൈവത്തിൻ്റെ ആശയവിനിമയ രീതിയിൽ അനുകമ്പയും ദീർഘക്ഷമയും സുതാര്യതയും ആശയസമ്പൂർണതയും നമുക്ക് വ്യക്തമായി കാണാവുന്നതാണ്. ദൈവത്തിൻ്റെ ഈ സ്വഭാവ ഗുണങ്ങൾ മോശയുമായുള്ള സംഭാഷണത്തിൽ പ്രതിഫലിക്കുന്നുവല്ലോ. തികവുള്ള ആശയവിനിമയം വെറും കഴിവിലോ കാര്യക്ഷമമായ വിനിമയ രീതിയിലോ ഒതുങ്ങുന്നതല്ല. അത് വിവേകം, കൃത്യത, ക്ഷമ, അനുകമ്പ, അനുഭവബോധ്യം എന്നിവയിലൂന്നിയ ദൈവിക സ്വഭാവ ഗുണങ്ങൾ പ്രകടമാക്കുന്നതിലാണുള്ളത്. ദൈവത്തിൻ്റെ സന്ദേശം ശരിയായി കൈമാറ്റം ചെയ്യുക എന്നത് സുവിശേഷകർ, പ്രസംഗകർ, ഉപദേഷ്ടാക്കന്മാർ തുടങ്ങിയ നിലകളിൽ ശുശ്രൂഷിക്കുവാൻ കൃപ ലഭിച്ചവർക്ക് വളരെ നിർണായകമാണ്. എന്നാൽ ദൈവജനത്തോടൊപ്പം അത് കൈമാറുന്ന വ്യക്തിയുടെ ജീവിതത്തിനും അതേ നിലയിലുള്ള പ്രാധാന്യമുണ്ട്. 1 തിമോത്തിയോസ് 4:16 പൗലോസ് തിമോത്തിയോസിനോട് പറയുന്ന വാക്കുകൾ ഇന്നും പ്രസക്തമാണ്. നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിച്ചു കൊള്ളുക, ഇതിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും. ദൈവത്തിൻ്റെ സന്ദേശം ഫലപ്രദമായി അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നവർ അതിന് പ്രകാരം ജീവിക്കുന്നവരായിരിക്കണം. അപ്രകാരത്തിൽ നമ്മുടെ ജീവിതം ദൈവസത്യത്തോട് അനുരൂപപ്പെടുമ്പോഴും നാം ആ ആത്മാവിനാൽ നിറയപ്പെടുമ്പോഴും നമ്മുടെ സന്ദേശത്തിന് ശക്തി ലഭിക്കുന്നു. അതിനായി നാം ദൈവത്തോടുകൂടെ സ്ഥിരമായി നടക്കേണ്ടത് ആവശ്യമാണ്. പ്രാർത്ഥന ഈ പ്രക്രിയയുടെ അനിവാര്യ ഘടകമായിരിക്കുമ്പോൾ തന്നെ സ്ഥിരമായ തിരുവചന പഠനവും ആത്മശിക്ഷണവും ഒഴിച്ചുകൂടാൻ പാടില്ലാത്തതാണ്. സമാനതകളില്ലാത്ത തികവോടെ ആശയവിനിമയം നടത്തുന്നവനായ ദൈവം നാം എങ്ങനെ സംസാരിക്കുന്നു, എങ്ങനെ കേൾക്കുന്നു എന്നതിലൂടെ തൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു എന്ന വസ്തുത നാം മറന്നു പോകരുത്. കുടുംബത്തിലായാലും ജോലിസ്ഥലത്തായാലും ശുശ്രൂഷയിലായാലും അവൻ്റെ കൃപയും സത്യവും മറ്റുള്ളവരിലേക്ക് പകരുവാൻ നമുക്ക് സാധിക്കും. വ്യക്തതയോടും അനുകമ്പയോടും സ്നേഹത്തോടും കൂടെ ആശയവിനിമയം നടത്തിക്കൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ക്രിസ്തുവിൽ നമുക്കുള്ള പ്രത്യാശയിലേക്ക് മറ്റുള്ളവരെ നയിക്കാം. നമ്മുടെ ആത്യന്തിക സന്ദേശം ക്രൂശിക്കപ്പെട്ട ക്രിസ്തു ആകുന്നു. എന്നാൽ പരിശുദ്ധാത്മാവാണ് നമ്മുടെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തുന്നത്. ആകയാൽ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മറ്റുള്ളവരോട് അവൻ്റെ സന്ദേശം അവൻ കാണിച്ചു തന്ന മാതൃകയിൽ നമുക്ക് വിശ്വസ്തയോടെ പങ്കുവയ്ക്കാം. ദൈവം നമ്മെ അതിനായി സഹായിക്കട്ടെ. വാഗ്ദത്ത
പരമാം നിക്ഷേപം ഞാൻ